Hi everyone, welcome back to Neo Home Tuition. It's me Nasira Anish. ഇന്ന് 12ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ആദ്യത്തെ ചാപ്റ്റർ ആയ ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് ആണ് നമ്മൾക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഐ ഹോപ്പ് യു ഓൾ ആർ ഫൈൻ ദെയർ. അപ്പോൾ നിങ്ങൾ റെഡിയാണ് എങ്കിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഒരു കാര്യം പെൻഡിങ് ഉണ്ടല്ലേ? എന്താണത്? എന്താണ് ഇന്നത്തെ GK ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് നോക്കേണ്ടതായുണ്ട്. So let us first go to that question. What it is? Recently, Union government partnered with which organization to connect tribal villages with the internet connection? Recently, the Union government partnered with which organization to connect the tribal villages with the internet connection? Options are given there. ISRO, ILO, WTO, UNESCO. സോ ഇതിന്റെ ആൻസർ അറിയാവുന്നവർ മൈൻഡിൽ സെറ്റ് ചെയ്ത് വെക്കുക. അറിയാൻ പാടില്ലാത്തവർക്കായി ഈ സെഷന്റെ ലാസ്റ്റ് നമുക്ക് അതിന്റെ ആൻസർ ഡിസ്കസ് ചെയ്യാം. ഇഫ് സോ ലെറ്റ് us മൂവ് ടു അവർ ചാപ്റ്റർ, ദാറ്റ് ഈസ് ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ് എന്ന പോർഷനുമായി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ് us ചെക്ക് ദാറ്റ്. ഓക്കെ, സോ കണ്ടന്റ്സ്, എന്തെല്ലാം കണ്ടന്റുകളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യേണ്ടത്? ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ഗീവ് ആൻ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദിസ് ചാപ്റ്റർ. ഇതുമായി നമ്മൾ പഠിച്ചിട്ടുള്ളതും പഠിക്കാൻ ഉള്ളതുമായിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ചെറിയ വിവരണമാണ് ഫസ്റ്റ് നമ്മൾക്ക് നടത്തേണ്ടത്. ദെൻ ഇലക്ട്രിക് ചാർജ് എന്താണെന്നും അതിന്റെ പ്രോപ്പർട്ടീസിനെ കുറിച്ചും വളരെയധികം വിശദമായി തന്നെ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. And third, we have to study an important law, that is Coulomb's law. ഏകദേശം ഒരു ഐഡിയ കിട്ടിയെങ്കിൽ നമ്മൾക്ക് ആദ്യം തന്നെ നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം. സോ വാട്ട് ഇറ്റ് ഈസ്? ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ഈ ഒരു ചാപ്റ്ററും ഇതിന്റെ നെക്സ്റ്റ് ചാപ്റ്റർ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ് എന്ന ചാപ്റ്ററും ബന്ധപ്പെട്ടിരിക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് എന്ന ഒരു സെക്ഷനുമായിട്ടാണ്. ഡു യു നോ വാട്ട് ഈസ് ദിസ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്? അതെ, നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക് എന്നത് ചാർജസ് റെസ്റ്റിലിരിക്കുന്ന ഒരു ഭാഗമാണ് അല്ലെ. ഇലക്ട്രോസ്റ്റാറ്റിക് എന്നത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ചാർജസ് അറ്റ് റെസ്റ്റുമായിട്ടാണ് എങ്കിൽ വാട്ട് അബൌട്ട് ഇലക്ട്രിക് ചാർജസ് ഇൻ മോഷൻ? യെസ്, അത് നമ്മൾക്ക് വീണ്ടും പഠിക്കാനും തുടർന്ന് വരുന്ന ചാപ്റ്ററുകളായ കറന്റ് ഇലക്ട്രിസിറ്റിയിലും മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിലും we have to discuss that concept. So now let us take the first one, that is electric charge and potential. As we mentioned before, നമ്മൾ പറഞ്ഞല്ലേ electrostatics. അത് എന്താണെന്നാ പറഞ്ഞത്? Electrostatics is the branch of science which deals with charges at rest. അപ്പോൾ അത് നമ്മൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇലക്ട്രിക് ചാർജസിനെ കുറിച്ചാണ് അല്ലെ. ലോവർ ക്ലാസ്സിൽ നിന്ന് തന്നെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇലക്ട്രിക് ചാർജ്. അത് നമ്മൾ രണ്ട് ടൈപ്പ് ചാർജുകൾ എന്താണെന്നും ദെൻ അവയ്ക്കിടയിൽ എക്സ്പീരിയൻസ്, ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്ന് മറ്റുമുള്ള കാര്യങ്ങൾ നമ്മൾ ലോവർ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. സോ ഹൗ വി ക്യാൻ ഡിഫൈൻ ആൻ ഇലക്ട്രിക് ചാർജ്? അതെ, the property of proton and electron which will give rise the force between them is known as electric charge. Then we know there are two types of charges, positive charge and negative charge. Then if we bring two positive charge together, what will experience there? നമ്മൾ പറഞ്ഞു അവിടെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു എങ്കിൽ what about two like charges? Yes, like charges will repel each other and unlike charges will attract each other. If so, what about the charge of electrons and protons? Yes, we know electron has negative charge and proton has positive charge. Now we have the idea about this electric charge. Then do you know its unit and dimension? We have learned it from the 11th standard. You remember it?
First of all, we have to write this basic equation. Then using the dimensions of each term, we can easily write the given quantity, dimensions of given quantity. If so, what about the SI unit of charge? We have learned it. That is coulomb. SI unit of charge is coulomb. And what about the dimension? So we have learned about the current. I is equal to Q by T. If so, Q is equal to IT. Then we know the dimension of I is A and that about time is T. Then easily we will get the dimension of charge as AT. Okay. The next we have to discuss some important properties of charges. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അല്ലേ? അതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത് അവിടെ എന്താണ് രണ്ട് ടൈപ്പ് ചാർജ് ഉണ്ട്, പോസിറ്റീവ് എന്നതും നെഗറ്റീവ് എന്നതും. ലൈക്ക് ചാർജസ് വിൽ റിപ്പൽ ആൻഡ് അൺലൈക്ക് ചാർജ് വിൽ അട്രാക്ട് ഈച്ച് അതർ. ഇതൊക്കെ തന്നെയല്ലേ ഇലക്ട്രിക് ചാർജിന്റെ പ്രോപ്പർട്ടീസ്? അവ തന്നെയാണ് എങ്കിലും അവ കൂടാതെ കുറച്ച് അഡീഷണൽ ആയിട്ട് കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾക്ക് എന്ത് ചെയ്യുന്നു പഠിക്കേണ്ടതായിട്ടുണ്ട്. You know which are they? First of all, we have to check additive nature of charge. The additivity of charge, what it means? നമുക്കറിയാലോ മാത്തമാറ്റിക്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ നമ്പറും ആഡ് ചെയ്യുന്നത് പോലെ ഇവിടെ ചാർജസിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, the total charge on a surface or system is the algebraic sum of individual charges present on that system or present on that surface. Imagine there are a number of charges Q1, Q2, Q3, etc., etc. Qn charges are there. If so, what about the total charge of that system? Yeah, as mentioned now, we know we can add these individual charges. That is, total charge Q is equal to Q1 plus Q2 plus Q3 plus etc. etc. Qn. What about the next point? That is, charge is conserved. ഈ ചാർജ് ഇസ് കൺസേർവ്ഡ് എന്ന പ്രോപ്പർട്ടി കേൾക്കുമ്പോൾ വേറെ ഏതെങ്കിലും ഒരു ലോ നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടോ? യെസ്, സയൻസിന്റെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി അല്ലേ? എന്താണത്? Can you state? Yes, energy can neither be created nor be destroyed, but it can be transferred from one form to another. അപ്പൊ ഇവിടെ എന്താണ് ആ ഒരു ലോയുടെ പ്രസക്തി അല്ലേ? ജസ്റ്റ് വേറൊന്നുമല്ല, നമ്മൾക്ക് ആ ലോയുമായിട്ട് കമ്പയർ ചെയ്താൽ ഈ ഒരു പ്രോപ്പർട്ടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. But it is, we can say that charge can neither be created nor be destroyed, but it can be transferred from one body to another. That is, the total charge of an isolated system is conserved. I think you get the idea about this. That is, charge is conserved. What about the next property? That is quantization of charge. Do you know what it is? Important ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. നമുക്ക് പലപ്പോഴും എക്സാമിന് ചോദിക്കാറുള്ളതാണ്. എന്നാൽ വളരെയധികം ഈസി ആയിട്ട് തന്നെ നമ്മൾക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ്, ഒരു ബോഡി എന്താണ് ചാർജ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പുള്ള ക്ലാസ്സുകളിൽ. സോ whenever a body gets charged, how will be the charge എന്നുള്ളതാണ് നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതല്ലെങ്കിൽ അതാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ അക്കോർഡിംഗ് ടു ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ് we can say that charge of a body is an integral multiple of basic charge. That is an electronic charge. Integral multiple of an electronic charge. എന്താണ്, ഒരു ബോഡി ചാർജ് ചെയ്യുമ്പോൾ അതിലെ നെറ്റ് ചാർജ് എന്നത് ഒരു ബോഡി whenever a body gets charged, അതിലെ നെറ്റ് ചാർജ് എന്നത് ആരുമായി റിലേറ്റ് ചെയ്താണ് റെപ്രസെന്റ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? യെസ്, ഇലക്ട്രോണിക് ചാർജുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. ദാറ്റ് ഈസ് ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ്.
So we can write the equation form of this statement as Q is equal to plus or minus Ne, where N is 1, 2, 3, etc., etc. E is known as electronic charge. This value is equal to 1.602 into 10 raised to minus 19 Coulomb. Okay, now we discuss three important properties of electric charge, that is additive nature of charge, conservation of charge, and last quantization of charge. Then let us check one question related to these properties. What it is? How many electronic charges form 1 coulomb of charge? Do you have an idea? Any idea? Without looking to your answer, please try. Yes, we have the equation. Then Q is equal to plus or minus Ne. Here Q is given, we have to find N. So N is equal to what it is? Q by E. By substituting the value of Q and E, we will get the answer as 6.25 into 10 raised to 18. Okay. The next is the important portion of this chapter or this session, that is Coulomb's law. നമ്മൾ basic property of electric charge പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞല്ലേ, like charge എന്ത് ചെയ്യുന്നു, റിപ്പൽ ചെയ്യുന്നു എന്നും unlike charge attract ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം നമ്മൾ പറഞ്ഞു. There be either force of attraction or repulsion between two charges. So how we can measure these charges, or how we can find these electric forces? So that is given by Coulomb's law. For that, first of all, we imagine two charges, that is Q1 and Q2, separated through a small distance r. We can say that according to Coulomb's law, we can say that the force of attraction or repulsion between these charges be directly proportional to product of these charges Q1 and Q2. And also we can say that it is inversely proportional to square of distance between them. So if we change the proportionality, we should multiply it with a constant, that is K. So equation becomes F is equal to K into Q1 Q2 by R square, where K is given here as 1 by 4 pi epsilon 0. Do you know about this epsilon 0? That is permittivity of free space, which is equal to 8.85 into 10 raised to minus 12. By substituting this value here in this equation, we will get the value of K, or 1 by 4 pi epsilon 0, as 9 into 10 raised to 9. So keep these values in your mind in order to solve that problems. We need it. So let us come back to the equation form. That is, the force F is equal to 1 by 4 pi epsilon 0 Q1 Q2 by R square. This is the law known as Coulomb's inverse square law. This law is similar to one other law that you have learned in the 11th standard. What's it? Yes, that is law of gravitation. We can compare this with that also. I hope you all understand all points we discussed in this session. So before winding up, we have to recall all these concepts. Which are they? Yes, first we discuss about electric charge and its properties, that is additivity of charge, conservation of charge, and last quantization of charge. Then we discuss an important law known as Coulomb's law or Coulomb's inverse square law. That's about today's session. Okay. എനിക്കറിയാം നിങ്ങൾ എല്ലാവരും ആ ക്വസ്റ്റ്യന്റെ ആൻസറിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരിക്കും അല്ലേ? So what was that question? Recently Union government partnered with which organization to improve
or to connect tribal villages with internet connection? Answer is ISRO. Answer എന്താണ്? ISRO ആണ്. So let us wind up today's session. That's all. Thank you.